റിപ്പബ്ലിക് ദിന പരേഡിൽ കേന്ദ്ര സർക്കാർ തടഞ്ഞ തമിഴ്നാടിന്റെ പ്ലോട്ടായ കുയിലി എന്ന ദളിത് പോരാളിയുടെ ജീവിതം അരങ്ങിലെത്തിക്കുകയാണ് കോഴിക്കോട് ഫ്ലോട്ടിംഗ് തിയേറ്റർ. വീരത്തായി എന്ന ഡോക്യു ഡ്രാമ അരങ്ങിലെത്തുമ്പോൾ 30 വർഷം അരങ്ങ് തകർത്താടിയ ബിച്ചൂസ് എന്ന നാടകക്കാരന്റെ ജീവിതം ശസ്ത്രക്രിയയിലൂടെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമം കൂടിയാണ് നടക്കുന്നത്. ആസുരകാലത്തിനോട് എന്നും യുദ്ധം ചെയ്ത നാടകങ്ങളായിരുന്നു ബിച്ചൂസ് ചിലങ്കയുടേത്. ഫ്ലോട്ടിംഗ് തിയേറ്ററിലൂടെ മകൾ ചിന്നൂസും ബിച്ചുവും പ്രേക്ഷകന്റെ ഹൃദയത്തിൽ മനുഷ്യാവകാശങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ചരിത്രം നാടകത്തിലൂടെ കുറിച്ചുവെച്ചു. ചരിത്രത്തിലെ പെൺ പോരാളികളുടെ കഥയുമായാണ് ഇത്തവണ ഡോക്യു ഡ്രാമ വീരത്തായി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. റിപ്പബ്ലിക് ദിന പരേഡിൽ കേന്ദ്ര സർക്കാർ തടഞ്ഞ തമിഴ്നാടിന്റെ പ്ലോട്ടായ കുയിലി എന്ന ദളിത് പോരാളിയുടെ ജീവിതമാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. വേദിക്കൊപ്പം സ്ക്രീനിന്റെയും സാധ്യതകൾ ഉൾപ്പെടുത്തിയാണ് വീരത്തായി അവതരിപ്പിക്കുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനും 77 വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷുകാരെ കൊണ്ട് മാപ്പ് പറയിച്ച ശിവഗംഗയിലെ ന്യായാധിപയാണ് കുയിലി. ഇവരുടെയും മറ്റ് പെൺ പോരാളികളുടെയും ജീവിതമാണ് നാടകം. 31-ന് വൈകിട്ട് ടാഗോർ ഹാളിൽ 4-നും 7-നുമാണ് പ്രദർശനം. 200 രൂപ സംഭാവന നൽകി കാണാം. 9011635578 എന്ന നമ്പറിൽ പാസ് ലഭിക്കും. നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ബ്രിട്ടീഷ് കേണലിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച ഒരു വ്യക്തിയാണ് ശിവഗംഗയിലെ മഹാറാണിയായിരുന്ന വേലു നാച്ചിയാർ. അദ്ദേഹത്തിൻ്റെ സേനാധിപതിയായ കുയിലിൻ്റെ ജീവിതമാണ് ഈ വീരത്തായി എന്ന നാടകത്തിൻ്റെ ഉടനീളം പറയുന്നത്. അരങ്ങ് നിറഞ്ഞ് നാടകമാടി ജീവിതം പിടിക്കാനുള്ള ശ്രമത്തിലാണ് ബിച്ചൂസ് ചിലങ്ക എന്ന നാടകക്കാരനും മകൾ ചിന്നൂസും. 3 പതിറ്റാണ്ട് കാലം അരങ്ങിലും അണിയറയിലും നിറഞ്ഞു നിന്ന കലാകാരൻ അൾസർ ബാധിച്ച് ശസ്ത്രക്രിയക്കുള്ള പണം നാടകത്തിലൂടെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ഒരു 9 മാസമായിട്ട് ഇപ്പം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അൾസർ. അപ്പോൾ അടുത്ത മാസം ഒരു സർജറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സർജറി ചെയ്യണം. പക്ഷേ നമുക്ക് സർജറി മെഡിക്കൽ കോളേജിൽ നിന്നാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഒന്നുമില്ലെങ്കിലും കഴിഞ്ഞു പോവാം. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു 2-3 മാസത്തെ റെസ്റ്റ് ഉണ്ട്. ആ റെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ പറഞ്ഞ പോലെ സ്ഥിരം വരുമാനം ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ തിയേറ്ററിൻ്റെ പേര് ഫ്ലോട്ടിംഗ് തിയേറ്റർ എന്നാണ്, ചിലങ്ക ഫ്ലോട്ടിംഗ് തിയേറ്റർ തീരുമാനിച്ചു ഒരു പെർഫോമൻസ് ചെയ്തിട്ട് 200 രൂപ പാസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു അതിജീവനം ചെയ്യാം എന്ന് ആലോചിക്കുന്നത്. ഈ കഥ അരങ്ങിലെത്തുമ്പോൾ ബിച്ചൂസിന്റെ ചികിത്സാ ചെലവിനും സാമ്പത്തിക ആവശ്യങ്ങൾക്കും ആശ്വാസമേകാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് സംഘാടകർക്കുമുള്ളത്. പി. വി. ജോഷില, കൈരളി ന്യൂസ്, കോഴിക്കോട്.